CPM പരിപാടിയിൽ പങ്കെടുക്കണമെന്ന വനിതാ നേതാവിന്റെ ഭീഷണി സന്ദേശം. തൊഴിലുറപ്പ് തൊഴിലാളികളെയാണ് ഭീഷണിപ്പെടുത്തിയത്. ആശുപത്രിയിൽ പോകണമെന്ന ഒഴിവ് പോലും പറയരുത്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടെ ജോലിക്കാരും ചോദിക്കുമ്പോൾ ഞങ്ങളും ഒഴിവ് പറയേണ്ടി വരും എന്നുള്ള ഭീഷണിയാണ് ഈ വനിതാ നേതാവ് മുഴക്കിയിരിക്കുന്നത്. നാഗച്ചേരിയിൽ നടക്കുന്ന സ്വീകരണ പരിപാടിയിൽ മുഴുവൻ അംഗങ്ങളും നിർബന്ധമായും പങ്കെടുക്കണം എന്നുകൂടി ഈ ശബ്ദ സന്ദേശത്തിലുണ്ട്. നാഗച്ചേരിയിൽ വെച്ച് നടക്കുന്ന സ്വീകരണ പരിപാടികളിൽ മുഴുവൻ അംഗങ്ങളും പങ്കെടുക്കണം. ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്. എല്ലാവരും കൃത്യമായിട്ട് പങ്കെടുക്കുക. ഇന്നലെ അറിയിച്ച കാര്യമാണ്. ഹോസ്പിറ്റലിലൊക്കെ പോകാനുള്ളവർക്ക് രാവിലെ പോയിട്ട് വരാൻ പറ്റും. അതിനുശേഷം പോകുന്നവർക്കും പോകാനുള്ള അവസരമുണ്ട്. അപ്പോൾ അതും പറഞ്ഞ് ആരും ഒഴിവായി നിൽക്കരുത്. എങ്കിൽ പിന്നെ നമ്മളും പല ഒഴിവുകളും നിങ്ങളടുത്ത് പറയേണ്ടി വരും. ജോലിയുടെ കാര്യം ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ അതും കൂടെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. സഹകരിച്ചേ പറ്റും. ഇവിടെ പെണ്ണുങ്ങളെ ഇത് പാർട്ടി പരിപാടി അങ്ങനെ ഒന്നുമില്ല. അതായത് രാഷ്ട്രീയമായിട്ട് യാതൊരു ബന്ധമില്ല. തൊഴിലുറപ്പിൽ നിങ്ങൾക്ക് പണി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരിക. നിങ്ങൾ അവരെയും വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കാതെ നിങ്ങളുടെ കാര്യം നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ഗുണമുണ്ടാവുന്ന കാര്യം മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. അപ്പോൾ അതാദ്യം മനസ്സിലാക്കുക. MS വീണയിലേക്ക് എത്താം. വിശദാംശങ്ങൾ ആരായൻ. വീണ, സിമ്പിളാണ്. ജോലി വേണോ, ഭീഷണി സഹിച്ചേ പറ്റൂ? തീർച്ചയായും അത് തന്നെയാണ് അനു. ഭീഷണിപ്പെടുത്തി ആളുകളെ കൂട്ടി പരിപാടി നടത്താനാണ് ഈ വനിതാ നേതാവിൻ്റെ ആ ഒരു ഭീഷണി സന്ദേശത്തിൽ പറയുന്ന. CPMൻ്റെ പരിപാടിയിൽ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കണമെന്നാണ് ആവശ്യം. അതായത് ആശാ വർക്കർമാർ നടത്തിയ പ്രതിഷേധത്തിന് ഫലം കണ്ടു. അവർക്ക് ശമ്പള വർധനമുണ്ടായി. അതുപോലെ നമുക്ക് തുടർച്ചയായി സമരം നടത്താൻ സാധിക്കില്ല. എന്നാൽ ഒറ്റ ദിവസത്തെ പരിപാടി നടത്തി പ്രതിഷേധം രേഖപ്പെടുത്താം. എന്നാലും അത്തരത്തിൽ പ്രതിഷേധത്തിന് നിങ്ങൾ നിർബന്ധപൂർവ്വം പങ്കെടുക്കണമെന്നാണ് ഭീഷണിയാണുള്ളത്. അതായത് ഒഴിവ് കഴിവുകൾ പറയരുത്. ആശുപത്രികളിൽ പോകണമെന്നുള്ള ഒഴിവ് കഴിവുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ചോദിക്കുമ്പോൾ ഞങ്ങളും തിരിച്ചതുപോലെ ഒഴിവ് പറയുമെന്നുള്ള ഭീഷണിയാണ് ഈ വനിതാ നേതാവിൻ്റെ സന്ദേശത്തിലുള്ളത്. അത് തന്നെയാണ് ഈ സന്ദേശത്തിലടക്കം അല്പം മുമ്പ് കേട്ടതിൽ നമുക്ക് വ്യക്തമാകുന്നത്. സാധാരണ ആൾക്കാരാണ്. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ അടക്കം മുടങ്ങുന്ന സാഹചര്യത്തിലും തൊഴിലുറപ്പ് പദ്ധതികൾ കൊണ്ട് ലഭിക്കുന്ന വേതനം കൊണ്ടാണ് ജീവിതത്തിൻ്റെ മറ്റ് ആവശ്യങ്ങളൊക്കെ അവർ നിറവേറ്റുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു പദ്ധതി സംസ്ഥാനത്തുള്ള ജനങ്ങൾക്ക് വലിയൊരു ആനുകൂല്യമാണ്, ഒരു വലിയൊരു സഹായമാണ് അതിലൂടെ ലഭിക്കുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പാക്കുമ്പോൾ അത് സംസ്ഥാനത്തിന് മറ്റു പരിപാടികളെ ആള് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം തൊഴിലാളികളെ ഉപയോഗിക്കുന്നത് നിരന്തരമായി നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്, തിരുവനന്തപുരം ജില്ലയിലടക്കം. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും. അതുമാത്രമല്ല, ഇതിൽ നിർബന്ധമായി പങ്കെടുക്കണമെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഇനി തൊഴിൽ ലഭിക്കില്ല, അല്ലെങ്കിൽ തൊഴിലുറപ്പിന് നിങ്ങൾക്കുള്ള അവസരം നഷ്ടമാകുമെന്നൊരു ഭീഷണി കൂടിയുണ്ട്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു പരിപാടിക്ക് പങ്കെടുക്കുന്നതിനുമായി ബന്ധപ്പെട്ട് വാഹനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ വാഹനത്തിനും ഫീസ് കൃത്യമായി നൽകണമെന്നുകൂടി ഈ ഒരു ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട്. ഇത് പാർട്ടി പരിപാടിയല്ല എന്നുകൂടി പറയുമ്പോൾ പോലും CPMൻ്റെ ജാഥ പരിപാടിയാണ്. പക്ഷേ ഇതിൽ നിങ്ങൾ നിർബന്ധമായും പങ്കെടുത്തേ എന്ന് ഈ ജോലി നൽകില്ല എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ആളുകളെ കൂട്ടാനുള്ള ഒരു ശ്രമമാണ് വനിതാ നേതാവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അതുമാത്രമല്ല, ഇത് പരസ്പരം ചർച്ച ചെയ്യരുതെന്ന് കൂടി ഈ ഒരു സന്ദേശത്തിൽ പറയുന്നുണ്ടനു. തീർച്ചയായും അവർ പരസ്പരം ചർച്ച ചെയ്തില്ലെങ്കിലും കേരളം ഇനി ചർച്ച ചെയ്യുന്ന ഒരു വാർത്തയായി മാറുന്നു.